എല്ലാവർക്കും നമസ്കാരം. ഷോഡശ സംസ്കാരത്തിലെ ആദ്യത്തെ 4 കർമ്മങ്ങളെ നമ്മൾ സാമാന്യമായിട്ട് പരിചയപ്പെട്ടു. ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം. ഈ 4 കർമ്മങ്ങളും അതിൻ്റെ എന്തൊക്കെയാണ് ഓരോരോ കർമ്മങ്ങളുടെ താത്പര്യങ്ങൾ. തുടർന്ന് വരുന്നത് പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ജാതകർമ്മം. കഴിഞ്ഞാൽ പിന്നെയുള്ളത് നാമകരണമാണ്. അപ്പോൾ ജാതകർമ്മം നടക്കുന്നത് ആദ്യ ദിവസം തന്നെയാണ്. അത് കഴിഞ്ഞാൽ നാമകരണം എന്നാണ് നടക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സൗകര്യമുണ്ട്. അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നാമകരണം നടക്കുന്നത് വൈദിക ഒരു സമ്പ്രദായത്തിൽ 11-ാം ദിവസം നടത്തുന്ന സമ്പ്രദായമുണ്ട്. അതുപോലെ തന്നെ 101-ാമത്തെ ദിവസം നടത്തുന്നതുണ്ട്. 2 വർഷം കൂടുന്ന സമയത്ത് കുട്ടിയുടെ ജന്മനക്ഷത്രത്തിൽ, അത് ഇപ്പോൾ ഈ 11 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ജന്മനക്ഷത്രത്തിൽ നടത്തുന്നതുണ്ട്. അങ്ങനെയൊക്കെ നടത്താം. അതിനൊക്കെ അങ്ങനെ വിധിയുണ്ട്. എന്തായാലും 11 ദിവസം മുതലാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് ഈ പുതിയ ലോകത്ത്, ഇത് പഴയ ഷോഡശ സംസ്കാരം പറയുമ്പോൾ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതി, ഇന്നത്തെ വ്യവസ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ടത് ജനിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ജനിക്കുന്ന സമയത്ത് തന്നെ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ. ഏത് ദിവസം, ഏത് സമയത്ത്, ഏത് ഹോസ്പിറ്റലിൽ, ജനിച്ച സ്ഥലം, ജനിച്ച സ്റ്റേറ്റ് ഏതാണ്, ജനിച്ച രാജ്യം ഏതാണ്, ഇതൊക്കെ വളരെ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. വളരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോഴത്തെ കാലത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നമ്മളൊരു പേര് കൊടുത്തു, അവിടെ പിന്നീട് ആ പേരുകൾ മാറ്റി, അത് മാറ്റുന്ന സമയത്ത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം, സ്കൂൾ, ഇങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. അപ്പോൾ ഈ നൂലാമാലകളൊക്കെ ഒഴിവാക്കാമെന്ന് പലരും ധരിക്കും. അതുകൊണ്ട് ഒരു പേരങ്ങോട്ട് നിശ്ചയിച്ച് നൽകുന്നു. അതാണ് ബർത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്നത്, അതാണ് പിന്നീട് വരുന്നത്. നമുക്ക് ആ ഔപചാരികതകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് തുടരാം, അതിലൊന്നും തെറ്റില്ല. അത് ഇപ്പോൾ ജനിച്ച ദിവസം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കുട്ടി ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. അതിലൊരു സസ്പെൻസ് അവർ ഡോക്ടർമാർ, നമുക്കറിയാമല്ലോ, ഡോക്ടർ ചോദിക്കും നമ്മൾ സ്കാനിങ്ങിൻ്റെ സമയത്ത്, അവർക്കറിയാം, അവർ പറയും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയും, വേണ്ട, എനിക്കത് അറിയണ്ട, ആണോ ആവട്ടെ പെണ്ണോ ആവട്ടെ, ആ ജനിക്കുന്ന സമയത്ത് അറിഞ്ഞാൽ മതി എന്ന് താല്പര്യപ്പെടുന്നവരുണ്ട്. അതല്ലാതെ അറിയാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അറിഞ്ഞ് പിന്നെ അതിനനുസരിച്ച് അവർ പേര് കണ്ടെത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. എന്തായാലും നാമകരണം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. എങ്ങനെയാണ് അത് നടക്കുന്നത്? ഇപ്പോൾ 11-ാമത്തെ ദിവസമാണെങ്കിൽ കുട്ടിയെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അമ്മയാണ് കുട്ടിയെ അച്ഛൻ്റെ പുറകുവശത്തു കൂടെ കൊണ്ടുപോയിട്ട് മടിയിൽ കൊണ്ടുപോയി ഇരുത്തി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ മറ്റുള്ള ആളുകളെയൊക്കെ നാമകരണത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അദ്ദേഹം കുട്ടിയെ മടിയിലെടുത്ത് കുട്ടിയുടെ കാതിൽ, ഇതുപോലെ ആൺകുട്ടിയുടേത് വലത് കാതിലും പെൺകുട്ടിയുടേത് ഇടത് കാതിലും, ഇങ്ങനെ ഓരോ വിധത്തിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്ക് മാറുന്ന സമയത്ത് ഈ ജാതിയിൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയുന്നിടത്ത് ഒക്കെ വൈവിധ്യങ്ങളെ കണ്ടേക്കാം. അതിൻ്റെ താല്പര്യം ഇതാണ്, കുട്ടിക്ക് പേര് നൽകുന്നു. ആ പേര് നൽകുന്ന സമയത്ത് ആ പേര് കുട്ടിയുടെ ലക്ഷ്യമായി തീരട്ടെ എന്നും കൂടെ ആശീർവദിക്കുന്നുണ്ട് പലരും. അതുകൊണ്ടാണ് നല്ല നല്ല പേരുകൾ നോക്കി ആ പേരുകൾ നൽകുന്നത്. ആ പേര് നൽകുന്നതിലും പലരും കൈക്കൊള്ളുന്ന ഒരു രീതിയുണ്ട്, സമ്പ്രദായമുണ്ട്. ഇപ്പോൾ മുത്തശ്ശൻ്റെ പേര് ആൺകുട്ടിക്ക് മുത്തശ്ശൻ്റെ നൽകുന്നു, ഭർത്താവിൻ്റെ മുത്തശ്ശൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ മുത്തശ്ശൻ്റെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇങ്ങനെ നൽകുന്നു. അപ്പോൾ ഇവർ ഇന്നയാൾ, ഈ കൊച്ചുമോൻ്റെ പേര് ഇതാണെങ്കിൽ ഇന്നയാളുടെ പേര് ഇതാണ് എന്നുള്ളത് കണക്കാക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിൽ ഇന്നത്, പെൺകുട്ടിയാണെങ്കിൽ ഇന്നത് എന്ന രീതിയിലൊക്കെ. ഏതായാലും ഇത് പേര്, എന്താണ് എൻ്റെ പേര്, ഞാൻ അതെൻ്റെ ലക്ഷ്യമാക്കി വയ്ക്കുന്നു.
ആ ലക്ഷ്യം അത് പേരും നാമവും നാമിയും ഒന്നായി തീരുന്ന ഒരു അവസ്ഥ. അതൊരു അതിമനോഹരമായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്ന് പറയാം. തുടർന്ന് വരുന്നത് നാമകരണം കഴിഞ്ഞാൽ വരുന്നതാണ് നിഷ്ക്രമണം എന്ന് പറയുന്ന സംസ്കാരം. ഈ നിഷ്ക്രമണം ഈ ഷോഡശ സംസ്കാരത്തിലെ അതിഗംഭീരമായിട്ടുള്ള അങ്ങേയറ്റം എന്താ പറയുക ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സംസ്കാരമാണ് നിഷ്ക്രമണം. ഈ നിഷ്ക്രമണം എപ്പോഴാണ് നടത്തേണ്ടത് എന്നാണെങ്കിൽ ഒരു 3-ാം മാസം 4-ാം മാസമൊക്കെയാണ്. നമ്മളിപ്പോൾ ഇവിടെ ആശ്രമത്തിൽ ഈ എന്താണ് നിഷ്ക്രമണം എന്ന് പറഞ്ഞാൽ, അതായത് 3-ാം മാസം അല്ലെങ്കിൽ 4 മാസം 3 മാസം കഴിഞ്ഞിട്ട് ജനിച്ചു കഴിഞ്ഞ് കുട്ടിക്ക് 3 മാസം ആകുമ്പോൾ അല്ലെങ്കിൽ 4 മാസം ആകുമ്പോൾ നല്ല പൗർണമിയുള്ള ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ മാനത്ത് തെളിഞ്ഞിരിക്കുന്ന സമയം നമുക്കറിയാമല്ലോ എപ്പോഴാണ് അതെന്ന്. അതിലെ ഒരു ദിവസം, അത് വേണമെങ്കിൽ കുട്ടിയുടെ ജന്മനാളാവാം, അതിൽ അച്ഛനും അമ്മയും വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന അസ്തമയ സൂര്യനെ ആണ് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. നിഷ്ക്രമണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് സൂര്യനെ. അപ്പോൾ സൂര്യനെ അച്ഛനും അമ്മയും കൂടെ 2 പേരും കൂടെയാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നത്. എന്തൊരു മനോഹരമായിട്ടുള്ള ഒന്നായിരിക്കും നോക്കൂ. അവർ 2 പേരും മാത്രമാണ്, അല്ലാതെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഒരേർപ്പാടല്ല. അപ്പോൾ അത് അവർ സ്ഥലം തിരഞ്ഞെടുക്കുന്നു, അവരുടേതായിട്ടുള്ള സ്വകാര്യതകളുണ്ടാവും. അപ്പോൾ അവർ സ്ഥലം തിരഞ്ഞെടുക്കുന്നു, അവർ അത് കാണിക്കുന്നു. അന്ന് തന്നെ ചന്ദ്രനെയും കാണിക്കുക എന്നുള്ളതാണ് ഈ നിഷ്ക്രമണത്തിൻ്റെ ആ ചടങ്ങ്, ആ സംസ്കാരം പൂർണ്ണമാകുന്നത് അപ്പോഴാണ്. അസ്തമയ സൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും പൂർണ്ണചന്ദ്രനെയും കാണിച്ചു കൊടുക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പറയാൻ കാരണം അത് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് നമ്മുടെ ആശ്രമത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങി വയ്ക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ കല്യാണി പൂച്ച അത് പ്രസവിച്ചിട്ട് ഇപ്പോൾ അതിന് 3 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം, പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിന് കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരിങ്ങനെ മാറ്റി ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വയ്ക്കും തള്ളപ്പൂച്ച. പിന്നെയാണ് അതിനെ പുറത്തേക്ക് ഇറക്കി ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ജീവജാലങ്ങളിലെല്ലാം ഉണ്ട്. ഇത് നമ്മൾ പറയുന്ന ഈ സംസ്കാരങ്ങളൊക്കെ സൂക്ഷ്മമായി നോക്കിയ ഒരർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞ ചില ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിലും അവർക്കത് ഉണ്ട്, അവരത് നടത്തുന്നുണ്ട്. അവരത് ഓരോ കാര്യങ്ങൾ അതിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് പോലെ അത് ട്രെയിനിങ്ങിൻ്റെ ഭാഗവും കൂടിയാണ്. ഇവിടെ ഇത് മനോഹരമായിട്ടുള്ളൊരു ഒരു ചടങ്ങുമാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടിക്ക് അപ്പോഴാണ് നമ്മൾ ഈ അമ്പിളിമാമൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കുന്നതും സൂര്യനെ കാണിച്ചു കൊടുക്കുന്നതും അതിനോട് പറയുന്നതും, അതുപോലെ ഇവർ 2 പേരും തമ്മിൽ പരസ്പരം ഒരു ജീവിതത്തെക്കുറിച്ച്, അവരുടേതായിട്ടുള്ള ഭാവി പദ്ധതികളെക്കുറിച്ച് ആ സന്തോഷം പങ്കുവയ്ക്കും. ഇതൊക്കെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള, നമ്മൾ പലപ്പോഴും വലിയ ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മുടേതായിട്ടുള്ള ഇത്തരം സ്വകാര്യ നിമിഷങ്ങളും അത്തരം സ്വകാര്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ടല്ലോ, അതിനെ ഏറ്റവും ആ സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഷോഡശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ നിഷ്ക്രമണം അത് 3-ാം മാസം 4-ാം മാസം, നിങ്ങൾക്ക് ഇനി 5 ആയാലും കുഴപ്പമില്ല, നിങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന ഹോസ്പിറ്റലിൽ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് വരുന്നില്ലേ, കാറിലൊക്കെ ഉണ്ടാവാം. പക്ഷേ പണ്ട് കാലത്ത് ഇത് പറയുമ്പം ഇത് വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാറ്റിനും ഒരു ക്രമമായ പദ്ധതിയുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പദ്ധതി അങ്ങനെയല്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ഈർഷ്യയും അതും ഇതൊക്കെ ഉണ്ടാവും. എൻ്റെ സ്വാമി
മനുഷ്യന്മാർ റോട്ടിലാണ്. സ്ത്രീകൾ ഇവിടെ ഇവിടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് പരമദാരിദ്ര്യം അനുഭവിക്കുന്ന ഇവിടെ എന്താ പറയുക, റോഡ് സൈഡിൽ ആളുകൾ പ്രസവിക്കുന്നു. എന്താ ഈ പറഞ്ഞ പാലത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ എത്ര പേര് വീടുകളില്ലാത്തവർ, അവരൊക്കെ ഇങ്ങനെ ജനിക്കുന്നു. ഇവരൊക്കെ ജനിക്കുന്ന ദിവസം തന്നെ മാനത്ത് നോക്കിയിട്ട് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണുന്നവരാണ്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇരുന്നിട്ടാണോ സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം അങ്ങനെ ഒരു വശമുണ്ട്. നമുക്കത് ബോധ്യമില്ലാത്തതോ ഒന്നുമല്ല. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഇതൊക്കെ ഇത്തരത്തിലുള്ള ഇപ്പോൾ അങ്ങനെയൊരു ലോകമോ അങ്ങനെയുള്ള ഒരു ജനതയോ ഈ നാട്ടിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെയല്ല ഇതൊന്നും പറയുന്നത്. അങ്ങനെ ധരിക്കരുത്. അതൊരു വശമാണത്. അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യപ്പെടേണ്ടതുമാണ്. സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതത്തെ നിവാരണം ചെയ്യുന്നതിന് നമ്മളാൽ കഴിയുന്നത് ഓരോരുത്തരും നമ്മൾ ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. ഐൻസ്റ്റീൻ പറയും, ഒരു കുട്ടി കരയുന്നുവെങ്കിൽ എൻ്റെ കണ്ടെത്തലുകൾ മഹത്തരങ്ങൾ എന്ന് നിങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഒന്നും തന്നെ മഹത്തരങ്ങളല്ല എന്ന് പറയാം. മധുസൂദനൻ നായർ സാറിൻ്റെ ഒരു കവിതയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വരിയുണ്ടല്ലോ, എന്താ, ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം എന്ന്. അതെ, ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ 1 കോടി ഈശ്വര വിലാപം. അപ്പോൾ ഒരു കുട്ടിയും അങ്ങനെ അവന് എന്താ പറയുക, സമൂഹത്തിൽ ജീവിക്കാൻ അവന് വേണ്ടുന്നത് കിട്ടാതെയുള്ള ഒരു അവസ്ഥ അതുണ്ടാവരുത് എന്നുള്ളതിന് എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ അതുണ്ട്. അത് വേറെ. അപ്പോൾ ഇതൊന്നും കാണാതെയല്ല ഇത് പറയുന്നത്. എന്തായാലും നിഷ്ക്രമണം എന്ന് പറയുന്ന ഈ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ കുട്ടിയെ പുറത്തു കൊണ്ടുപോയി സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ ജീവജാലങ്ങളെ പരിചയപ്പെടുത്തുന്നു. സകല ജീവജാലങ്ങളെ, കാക്ക, പൂച്ച, കോഴി, ഉറുമ്പ്, നായ, ഇങ്ങനെയുള്ള സകലത്തിൻ്റെയും ഇത് നോക്കൂ, അത് നോക്കൂ, ഇത് നോക്കൂ, ഇതെല്ലാം പഠിക്കുന്നതാണ്. പിന്നെയാണ് നിഷ്ക്രമണം കഴിഞ്ഞാൽ പിന്നെ ഒരു 6-ാം മാസത്തിലാണ് അന്നപ്രാശം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. അന്നപ്രാശം നമ്മൾ പറയുന്ന ചോറൂണ് എന്ന് പറയുന്നത്. അത് ചില സമയത്ത് കുട്ടിയുടെ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ ഇങ്ങനെയുള്ളവരൊക്കെ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. ഇവന് ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയെ ഞാൻ ഗുരുവായൂർ ഭഗവാന്റെ നടയിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കും, ഇന്നടുത്ത് കൊണ്ടുപോകും. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ സങ്കല്പങ്ങൾ അവിടെ നിന്നായിരിക്കുമെന്ന്. ഇതൊന്നും അല്ലാതെ ഞാൻ ഇന്ന ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. എന്തായാലും കുട്ടി ആദ്യമായിട്ട് പുറത്തു നിന്നുള്ളൊരു ആഹാരം, അമ്മയുടെ സ്തന്യപാനത്തിൽ നിന്ന് ഭിന്നമായി ദഹിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ആഹാരത്തെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണത്. അത് അവനിലേക്ക് ആദ്യമായി അവനിലേക്ക് അല്ലെങ്കിൽ അവൾക്ക് നമ്മൾ നൽകുന്നതാണ്. അത് ഇത് പറഞ്ഞതുപോലെ തന്നെ അമ്മ കുട്ടിയെ അച്ഛൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ സംസ്കാരത്തിൽ ചിലപ്പോൾ കുട്ടിയുടെ അമ്മാവനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠനായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനായിരിക്കാം, അമ്മയുടെ അമ്മയായിരിക്കാം, അമ്മമ്മയായിരിക്കാം, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്തായാലും അതിന് ഏറ്റവും വലിയ അവകാശി എന്ന് പറയുന്നത് അമ്മയും അച്ഛനുമാണ്. ഇവരുടെ 2 പേരാണ് അത് നടത്തുന്ന ആളുകൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില വീടുകളിലൊക്കെ ചിലയിടത്തൊക്കെ അമ്മയ്ക്ക് ഒരു പ്രസക്തിയില്ല, അല്ലെങ്കിൽ അച്ഛന് പ്രസക്തിയില്ല, ഇവനാര് പൊടാ വിടുന്നു എന്ന് പറയുന്ന അവസ്ഥയൊക്കെ അങ്ങനെ ഉണ്ടായിക്കൂടാ. അവരുടെയാണ് കുട്ടികൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ചില മർക്കടമുഷ്ടികളായിട്ടുള്ള കാരണവന്മാരൊക്കെ ഉണ്ടാവും. അവരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുക. അപ്പം അങ്ങനെയല്ല, ഇവർ 2 പേരും ഇതിൽ വളരെ പ്രധാനപ്പെട്ടവരാണ്. അങ്ങനെ അന്നം കൊടുക്കുന്നു. അന്നം ബ്രഹ്മേതി വ്യജാനാത്. അന്നം ബ്രഹ്മമാണ്. അപ്പോൾ ആ ബ്രഹ്മം എന്നുള്ള സങ്കല്പത്തിൽ അതാണ് ഭഗവാന്റെ പ്രസാദമൊക്കെ ക്ഷേത്ര നടയിലൊക്കെ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞാലാണ് ഈ കുട്ടിക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. അല്ലാത്ത
കുട്ടികൾക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചില ഇതെന്നൊക്കെ പറഞ്ഞാൽ, ഈ കുട്ടികൾ ഈശ്വര സ്വരൂപികളാണെന്നുള്ള ഭഗവാൻ എന്ന് പറയുന്നതാണ്. അന്നം കഴിക്കുന്നതിന് മുമ്പ് വരെ അവർ ശുദ്ധബോധമാണ്, അല്ലെങ്കിലും അത് തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഭഗവാനേക്കാൾ വേറൊരു ഭഗവാൻ, അവിടെ വലിയൊരു ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാന്മാരുടെ ക്ലാഷ് ഇല്ലാതിരിക്കാനാണ് അത്ര, അങ്ങനെയാണ് സങ്കല്പം. അവർ ഈശ്വരൻ വേറൊരു ഭാവത്തിൽ അവിടേക്ക് വരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ, അപ്പം ഈ അന്നം കഴിക്കുന്നതോടു കൂടിയാണ് കുട്ടിയിൽ ഈ അഹം എന്ന ബോധം വളരുന്നത്. അഹം എന്ന ബോധം, ഞാൻ എന്ന അഹങ്കാരം, അത് ജനിക്കുന്നതോടുകൂടി പിന്നെ എന്തുണ്ടാവുന്നു? മറ്റത് അകന്നു പോകുന്നു. ഈശ്വരൻ എന്ന് പറയുന്ന ഞാൻ ഈശ്വരനാണ് എന്നത് അകന്നു പോകുന്നു. ഏതായാലും അന്നപ്രാശം എന്ന് പറയുന്ന 7ാമത്തെ സംസ്കാരം. അന്നപ്രാശം കഴിഞ്ഞാൽ പിന്നെ ചൂടാകർമ്മമാണ്. എന്താണ് ചൂടാകർമ്മം? ഇതൊരു കുട്ടിക്ക് 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ്, ഈ 3 വയസ്സ് 4 വയസ്സിലൊക്കെ ജന്മനക്ഷത്രമാണ്. ഏത് നക്ഷത്രത്തിൽ ഏത് തിഥിയിലാണോ ജനിച്ചത് ആ ദിവസത്തെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ടോ തലമുടി വെട്ടുന്നു, മൊട്ടയടിക്കുന്ന പരിപാടിക്കാണ് ഈ ചൂടാകർമ്മം എന്ന് പറയുന്നത്. അത് പുറകിൽ നിന്ന് മുന്നിലേക്ക് പൂർണ്ണമായ ക്ഷൗരം ചെയ്യുന്നു. തലമൊട്ടയടിച്ച്, അത് ഈ പറഞ്ഞതുപോലെ തന്നെ അമ്മയും അച്ഛനും കൂടി ഇവർ തന്നെ അച്ഛൻ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ അച്ഛനൊക്കെ ചെയ്ത് കുട്ടിയുടെ തല മുറിഞ്ഞ് കേടുവരുവേ ചിലപ്പോൾ. പിന്നെ ഈ മറ്റേ മെഷീനൊക്കെ വെച്ച് അടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനേക്കാൾ നല്ലത് നല്ലൊരു നമുക്ക് പരിചയമുള്ള ബാർബറെ വീട്ടിൽ വിളിക്കുന്നു. അവർ വന്ന് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ചൂടാകർമ്മം നമ്മുടെ നോർത്തിൽ പോയി കഴിഞ്ഞാൽ ഗംഗയുടെ തീരത്താണ് അത് കാണുക. അത് നല്ല രസമാണ്. അത് ഗംഗയുടെ തീരത്ത് വലിയ ചടങ്ങ് തന്നെയാണ്. നമ്മൾ ഹരിദ്വാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഗംഗയുടെ തീരത്തിരുന്ന് പുരോഹിതന്മാരുണ്ട്, അവരാണ് വന്ന് ഈ തല മൊട്ടയടി അവർ ഷെയ്വ് ചെയ്യും, ക്ലീൻ ഷെയ്വ്. അങ്ങനെ ക്ലീൻ ഷെയ്വ് ചെയ്ത് കഴിഞ്ഞാൽ ഗംഗാജലം കൊണ്ട് തന്നെ ഒരു അഭിഷേകം പോലെ ഗംഗാജലം, കൂടുതൽ വെള്ളം എടുത്ത് ഒഴിക്കുകയല്ല, കുറച്ച് വെള്ളം ഇതാക്കി പിന്നെ ചന്ദനം പുരട്ടുന്നു. അവർ ഈ എണ്ണയോ പാൽപ്പാട അങ്ങനെയൊക്കെയുള്ള ഓരോരുത്തർക്കും ഓരോ സംസ്കാരമുണ്ട്, അതൊക്കെ ചെയ്യും. അത് തേച്ച് കഴിഞ്ഞ് പിന്നെ ഗംഗാജലം കൊണ്ട് തല ശുദ്ധമാക്കി പിന്നീട് ചന്ദനം കൊണ്ട് ഈ സ്വസ്തിയൊക്കെ ഓം സ്വസ്തിക ഇതൊക്കെ വരയ്ക്കും. അതാണ് ഈ ചൂടാകർമ്മം എന്ന് പറയുന്ന ചടങ്ങ്. ആദ്യമായിട്ട് മുണ്ടനം ചെയ്യുന്നത് പൂർണ്ണമായിട്ട്, പിന്നെ വരുന്ന മുടി നല്ല ഉഷാറായിട്ട് വളരും എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു ചടങ്ങാണ്, പിന്നെ വരുന്ന സംസ്കാരത്തിൽ 9ാമത്തെ സംസ്കാരമാണ് ഉപനയനം എന്ന് പറയുന്നത്. ഉപ എന്ന് പറഞ്ഞാൽ സമീപേ, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. ഈ ഉപനയനം കഴിയുന്നതോടുകൂടിയാണ് ഒരുവൻ ദ്വിജനാവുന്നത് എന്ന് പറഞ്ഞാൽ 2ാമത് ജനിക്കുന്നത് എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ഉപനയനം എന്ന് പറഞ്ഞാൽ ഈ പൂണൂൽ കല്യാണം എന്നൊക്കെ മറ്റൊരു രൂപത്തിൽ പറയാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ഗുരു വന്നിട്ട് ഉപനയിപ്പിക്കുന്നതാണ്. അവൻ വേദാധ്യയനത്തിന് അവനെ തയ്യാറാക്കുന്ന ഒരു ചടങ്ങും കൂടെയാണ് ഉപനയനം. അത് പൂണൂൽ ധാരണമാണ്, പ്രണവമാണ്. ആ 3 ആ ഊമ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് പ്രണവം. പ്രണവത്തെ ധരിക്കുന്നവനാവുകയാണ്. പിന്നെ പ്രണവോപാസന ചെയ്യേണ്ടതാണ്. ഓംകാര ജപം, ഓംകാര ധ്യാനം, ഈ ഉപനയനത്തിൽ ചില മന്ത്രങ്ങളൊക്കെ, ഗായത്രി ഉപദേശമൊക്കെ വരുന്നത് ആ സമയത്താണ്. ഗായത്രി ഉപദേശിക്കുന്നു. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ വേദാധ്യയനമാണ്. അപ്പോൾ ഈ ഉപനയനം എല്ലാവരിലും ഉണ്ടോ എന്ന് വെച്ചാൽ പഴയ വൈദിക കാലത്ത് ഉപനയനം സ്ത്രീകളിലുണ്ട്, പുരുഷന്മാരിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. ആരൊക്കെയാണോ ഗുരുകുലവാസം ചെയ്യുന്നത് അവർ ഉപനയിപ്പിച്ചു കഴിഞ്ഞാൽ അത് 12 വയസ്സിലാണത്. 12 വയസ്സായാലാണ് തുടങ്ങുന്നത്. അതുവരെ വിദ്യാഭ്യാസം വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ 12 വയസ്സായാൽ ഉപനയനം കഴിഞ്ഞാൽ പിന്നെ ഗുരുകുലത്തിലേക്ക് അയക്കുകയാണ്. അതാണ് അടുത്ത സംസ്കാരമായിട്ടുള്ള വേദാധ്യയനം എന്ന് പറയുന്നത്. ആ വേദാധ്യയനം
കഴിഞ്ഞാൽ അത് എത്ര കാലമാണെന്ന് പറഞ്ഞാൽ അവിടെ ഗുരു നിശ്ചയിക്കുന്ന ഒരു കാലയളവുണ്ട്. അത് കൂടിയത് 12 വർഷമാണ്. ദ്വാദശ വർഷം ഉപേത്യ അവൻ എന്താ പറയുക, 12 വയസ്സായി കഴിഞ്ഞ് അവൻ ഗുരുകുലവാസത്തിൽ ചെന്ന് പിന്നെയോ ചതുർവിംശതി വർഷം 24 വർഷം കഴിഞ്ഞ് 24ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ 12 +2 നമ്മൾ പറയുന്നത് പോലെ 12 വർഷം ഗുരുകുലവാസമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അത് അപ്പോൾ വേദാധ്യയനമുണ്ട്. വേദാധ്യയനത്തിൽ ഈ പറഞ്ഞ ധർമ്മശാസ്ത്രങ്ങളെ മുഴുവൻ അധ്യയനം ചെയ്യുക, ഗുരുമുഖത്ത് നിന്ന് അത് പഠിക്കുക എന്ന് പറയുന്നതാണ് അടുത്ത സംസ്കാരമായിട്ടുള്ള ഉപനയനം കഴിഞ്ഞാൽ വേദാധ്യയനം എന്ന് പറയുന്നത്. ആ വേദാധ്യയനം പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് സമാവർത്തനം എന്ന് പറയുന്നത്. അതൊക്കെ ഇന്ന് നമ്മുടെ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്ന കോൺവൊക്കേഷൻ ചടങ്ങ്, തലയിൽ തൊപ്പി ധരിക്കലും അവരെ വിളിക്കലും അവർക്ക് ആ ഡിഗ്രി ഇതിൻ്റെ എന്താ പറയുക സർട്ടിഫിക്കറ്റ് ചുരുട്ടി കൊടുക്കൽ എന്നൊക്കെ ഒരു വലിയ ചടങ്ങുണ്ടല്ലോ. ഓത്തെടുക്കുക എല്ലാവരിലും ഉണ്ടല്ലോ, എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. അത് ഡോക്ടറാവുന്ന സമയത്ത്, എൻജിനീയർ ആവുന്ന സമയത്ത്, ലോ അക്കാഡമിയിൽ നിന്ന് അത് പാസ്സാവുന്ന സമയത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വൈദിക രീതിയിൽ അത് വളരെ പ്രധാനപ്പെട്ട ഗുരുകുലവാസം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഗുരുകുലത്തിൽ, പഴയ കാലത്ത് ഗുരുകുലത്തിൽ ഏറ്റവും വിപുലമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണത്. കാരണം ഈ കുട്ടികളെ 12 വർഷമായിട്ട് അവർ കാണാത്തതാണ്. ഇപ്പോൾ തിരിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ, കുട്ടികളെ റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ രക്ഷിതാക്കൾ ഈ ഈ ഗുരുവിൻ്റെ ഗുരുകുലത്തിന് ചുറ്റും വരും. അപ്പോൾ ഗുരുവിന് സമർപ്പിക്കാനായിട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള ദക്ഷിണകളും പല കാര്യങ്ങളും ഗുരുവിനായി സമർപ്പിക്കാനായിക്കൊണ്ട് ആളുകളെത്തും. പിന്നെ അടുത്ത ബാച്ചിന് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് വരുന്നവർ, അങ്ങനെ വലിയൊരു ചടങ്ങാണ് ഈ സമാവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സമാവർത്തനത്തിൽ പ്രതിജ്ഞയുണ്ട്, ഇതേപോലെ ഓത്തെടുക്കുന്നുണ്ട്. അവിടെയാണ് എന്താണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി, ആചാര്യായ ധനമാഹൃത്യ പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി, സത്യം വദ ധർമ്മം ചര ഇത്യാദി ഓത്തുകൾ. പ്രതിജ്ഞ എടുക്കുക, സ്വയം പ്രതിജ്ഞ എടുക്കുന്നതാണ്. അപ്പോൾ ആ പ്രതിജ്ഞകളെല്ലാം എടുത്ത് തൈത്തരീയത്തിൽ വരുന്നുണ്ട്. അതെല്ലാം ആ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത് എന്ന ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക. ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ്, ആ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് വരുന്നതാണ് വിവാഹം എന്ന് പറയുന്ന സംസ്കാരം. അപ്പോൾ വേദാധ്യയനമൊക്കെ പൂർത്തീകരിച്ച് പിന്നെ അവൻ 24 വയസ്സാണ് ആ ഒരു കണക്ക് പറയുമ്പോൾ. എന്താണ് വിവാഹം? ആ വിവാഹത്തിന് അനുയോജ്യയായ, അവന് അനുരൂപയായിട്ടുള്ള ഒരാളെ കണ്ടെത്തി അവരോടൊന്നിച്ച് ധാർമ്മിക ജീവിതം നയിക്കാനായിട്ട് പുറപ്പെടും. ആ വിവാഹം പല വിധത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അനേക പ്രകാരത്തിലുള്ള വിവാഹം നമ്മുടെ സംസ്കാരത്തിലുണ്ട്. പെൺകുട്ടി ഈ ഒരാളെക്കുറിച്ച് കേൾക്കുന്നു, എന്നിട്ട് അവർ തീരുമാനിക്കുന്നു ഇദ്ദേഹത്തെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. സ്വയംവരമൊക്കെ അതിൽ പെടുന്നതാണ്. അവരുടെ ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തെയാണ് വിവാഹം കഴിക്കേണ്ടത്, എനിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കണം എന്ന് അച്ഛനോട് പറയും. അച്ഛൻ ആ ആഗ്രഹത്തെ എൻ്റെ മകൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് പറയും. അങ്ങനെ അവിടെ ഏൽപ്പിക്കും. പിന്നെ അച്ഛൻ്റെ തന്നെ ചില ആഗ്രഹങ്ങൾ അങ്ങനെ പലതുണ്ട്. പിന്നെ ചിലർ ബലമായി മറ്റുള്ളവരിൽ നിന്ന് എന്താ പറയുക, രാജാക്കന്മാരെയൊക്കെ ഓടിച്ചുകൊണ്ട് ബലമായിട്ട് നടത്തുന്ന, ഇങ്ങനെ പല പ്രകാരത്തിലുള്ളതുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് ഓരോരോ വിവാഹങ്ങളെക്കുറിച്ച് പറയാം. ഏതായാലും അതിനൊന്നും ഇന്ന് പ്രസക്തിയില്ല, അതൊന്നും നിയമം അനുവദിക്കുന്നതല്ല. ഒരാളെ വിവാഹം കഴിക്കാൻ
തമ്മിൽ ബലമായി ഒരാൾ വീട്ടിൽ കയറി വന്നിട്ട് ആ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ജയിലിലായിരിക്കും. അതൊന്നും നടക്കുന്നതല്ല. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പ്രായപൂർത്തിയായ 2 പേർക്ക് എവിടെ വേണമെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അത് വേറെ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇപ്പോൾ നമ്മുടെ പൗരാണികമായി പറയുന്ന പല വിവാഹങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ നിലയിൽ നടക്കുന്നതല്ല. ഈവൻ നമ്മുടെ US പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല വിവാഹങ്ങളും അവിടെ നടക്കില്ല. അവിടെ ഇല്ലീഗലാണ് അതൊക്കെ. എന്തൊക്കെയാണത്? കുടുംബത്തിൽ നടക്കുന്ന പണ്ട് കാലത്ത് ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തമിഴ് ഇതിലും ഒക്കെ, അതായത് സ്വന്തം മരുമകൾ നമ്മൾ മരുമകൾ എന്ന് പറയുമ്പോൾ സ്വന്തം ചേച്ചിയുടെ ജ്യേഷ്ഠത്തിയുടെ മകളെ വിവാഹം കഴിക്കുന്ന ആൾക്കാർ, അതായത് സ്വന്തം അമ്മാമൻ മരുമകളെ വിവാഹം കഴിക്കുക ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉള്ളതാണ്. പണ്ട് കാലത്തല്ല, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ മുറപ്പെണ്ണ് എന്ന് പറയുന്നത് തന്നെ അവിടെ ഇല്ലീഗലാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഇതിൽ പിന്നെ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞ് അവിടെ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടുത്തെ രീതിയിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലീഗലായിട്ടുള്ള വിവാഹങ്ങളാണ്, അങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും അത്തരം നിയമങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന പല വിവാഹങ്ങളുണ്ട്. സ്വന്തം അച്ഛൻ മകളെ വിവാഹം കഴിക്കുന്നത്, അങ്ങനെയുള്ള പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് സരസ്വതി, എന്നാൽ സരസ്വതി ബ്രഹ്മാവിൻ്റെ ഭാര്യയുമാണ്. അങ്ങനെയൊക്കെ വരുന്ന എന്താ പറയുക, ഇതൊന്നും ഈ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ബന്ധങ്ങളെ പോലെയല്ല നമ്മൾ ഈ ഈശ്വരഭാവങ്ങളിൽ കാണുന്ന ബന്ധങ്ങളെ കാണേണ്ടത്. അവിടെയൊക്കെ അതിന് തത്വചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വല്ലാത്ത കോംപ്ലിക്കേഷനായിരിക്കും. അതുകൊണ്ട് അങ്ങനെയല്ല അതിന് കാണേണ്ടത്. എന്തായാലും പറഞ്ഞു വന്നത്, വിവാഹം 12ാമത്തെ സംസ്കാരമാണ് വിവാഹം. വേദാധ്യയനം കഴിഞ്ഞു കഴിഞ്ഞാൽ സമാവർത്തനം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത് ഗൃഹീ ഭൂത്വ. പിന്നെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥാശ്രമത്തിലാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കർമ്മങ്ങളുണ്ട്, കുറേ ചടങ്ങുകളും. ചടങ്ങ് എന്ന് പറഞ്ഞാൽ കുറേ ധർമ്മങ്ങളുണ്ട്. ഈ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുക, ഈ കിണർ ഒഴിക്കുക, ഭൂതഋണം, നൃഋണം, ദേവഋണം, ഋഷിഋണം, കടപ്പാടുകളുണ്ട്. നമ്മളൊരു സമൂഹവുമായിട്ട് പഴയ കാലത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് നമുക്ക് ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ നടത്തുക. നാടിനെ ശുദ്ധിയാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് പണ്ട് കാലത്ത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ NGO വർക്കിലൊക്കെ ഏർപ്പെടുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മവും കൂടെയാണ് അത്, ഗൃഹസ്ഥാശ്രമം. അത് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻ്റാണ്. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത് ഗൃഹീ ഭൂത്വ വനീ ഭവേത്. വനീ ഭവേത് എന്ന് പറയുന്നതാണ് വാനപ്രസ്ഥം. അവിടെ റിട്ടയർമെൻറ്റ് ലൈഫാണ്. റിട്ടയർമെൻറ്റിൽ നമ്മൾ ഉടമസ്ഥതകളൊക്കെ കൈയൊഴിയുന്ന ഒരേർപ്പാടാണ്. പിന്നെ കുറേശ്ശെ നമ്മൾ എല്ലാറ്റിൽ നിന്നും വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കുക. മറ്റുള്ളവരെ നമ്മൾ, അതാണല്ലോ ചില രാഷ്ട്രീയത്തിലൊക്കെ ചിലർ വനവാസം എന്ന് പറഞ്ഞ് ഞാൻ ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുന്നു. പിന്നെ എന്താണ്, ചെറുപ്പക്കാർ കടന്നു വരട്ടെ, അവർ ചെയ്യട്ടെ, നല്ലൊരിതാണ്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പുതിയ ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, അവരുടെ സാന്നിധ്യത്തിൽ തന്നെ. ചിലരോ പ്രായം കൂടുമ്പോഴാണ് അവർക്ക് അധികാരത്തിൻ്റെ ഭ്രമങ്ങളൊക്കെ കൂടുകയും ചെയ്യുക. അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർമെൻ്റാണ്. ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. ആ വിടുതൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ ഡിറ്റാച്ച്മെൻറ്റിനെ നമ്മൾ പരിശീലിക്കുന്നതാണത്. പിന്നെയുള്ളത് 15ാമത്തെ സംസ്കാരമാണ് ഗൃഹീഭൂത്വ വനീഭവേത് വനീഭൂത്വ പ്രവ്രജേത്. പരിവ്രാജനം, അതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. 15ാമത്തെ സംസ്കാരമാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയെ പൂർണ്ണമായി കൈയൊഴിയുന്നതാണ് സന്യാസം. സന്യാസത്തിൽ നിന്നാണ് നമ്മൾ ഈ ലോകം വിട്ടുപോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധം പൂർണ്ണമായി കൈയൊഴിയുക.
ഷോഡശ സംസ്കാരത്തിലെ സന്യാസം എന്ന് പറയുന്നത് കാവി വസ്ത്രം ധരിക്കലോ രുദ്രാക്ഷ ഇടലോ താടി നീട്ടലോ മുണ്ടനം ചെയ്യലോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഭഗവത്പാദര് സന്യാസത്തിന് നതു വസ്ത്രം നതു മുണ്ടനം ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് പറഞ്ഞത്. ജ്ഞാനമാണ് സന്യാസ ലക്ഷണം. എന്താ ജ്ഞാനം? ഇതം ന മമ, ഇതൊന്നും എൻ്റേതല്ല, ഇതം സർവം ഈശാവാസ്യം, ഈശ്വരനാണ് ഈ കാണായതെല്ലാം, ഞാനും അത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റേത് അവൻ്റേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ആ പൂർണ്ണമായ ഉടമസ്ഥതയെ കൈയൊഴിഞ്ഞാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. അതാണ് മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയുന്നത്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയാമ അമൃതാത്. മൃത്യു എന്ന് പറയുന്നത് അറ്റാച്ച്മെൻറ്റിനെയാണ് മൃത്യു എന്ന് പറയുന്നത്. ഈ മൃത്യുഞ്ജയ മഹാമന്ത്രം മരണത്തിന് തൊട്ട് മുമ്പ് ജപിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ മരണം ഇല്ലാതെയാക്കാനുള്ളതുമല്ല. അതെപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ സന്യാസത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധം കൈയൊഴിഞ്ഞ് ഈ പറഞ്ഞ പക്വമായ ഫലം കണ്ണി അറ്റതുപോലെ, കണ്ണിയിൽ നിന്ന് അനായാസേന വിടുന്നത് പോലെ, ഉർവാരുകമിവ ബന്ധനാത്, പാകമായ ഒരു മത്തനോ ഇളവനോ ഒക്കെ ആ കണ്ണിയാണ് ലോകം, അതിൽ നിന്ന് വിടുന്നത് പോലെ. എന്തു വേണം? വിടിവിക്കണം. എന്നിട്ടോ അമൃതം എന്ന് പറയുന്ന മാറ്റമില്ലാത്ത മരണമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കണം. അതാണ് നിത്യം. അതാണ് സന്യാസത്തിൻ്റെ മഹത്വം. ഈ 15 സംസ്കാരങ്ങൾ അത് കഴിഞ്ഞാൽ 16ാമത്തെ അവസാനത്തത് അന്ത്യേഷ്ടി എന്ന് പറയും. ഈ അന്ത്യേഷ്ടി മരിച്ച ആൾ, ജീവിച്ചിരിക്കുന്ന ആൾ ചെയ്യേണ്ടതല്ല. അതായത് അന്ത്യേഷ്ടി മരണാനന്തര ചടങ്ങാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന അവരുടെ മൃതശരീരത്തെ ചിതയിലേക്ക് വയ്ക്കുക. അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടുന്ന, അത് മറ്റുള്ളവർ ചെയ്യും, നമ്മൾ ചെയ്യണ്ട, മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മമാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ പ്രധാനമായിട്ട് എന്താ, ആ ജീവനെ ഒരു സദ്ഗതി എന്ന് പറയുന്ന അവസ്ഥയിൽ അവരുടെ പ്രാർത്ഥനയോ അവർ അങ്ങനെ സങ്കല്പിക്കുന്നു. അത് ആ ജീവൻ തന്നെയാണ് ആ സദ്ഗതിയെ ഉണ്ടാക്കേണ്ടത്, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെ ഈ ഗർഭാധാനത്തിൽ അതിൻ്റെ ഇൻവോക്കേഷനാണ്. ഒരു ജീവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. 16ാമത്തെ അന്ത്യേഷ്ടിയിൽ അതിൻ്റെ സെൻറ്റ് ഓഫാണ്. അപ്പോൾ ഒന്നിന് റിസപ്ഷനും ഒരു സെൻറ്റ് ഓഫും. ഇങ്ങനെ ഈ 16 സംസ്കാരങ്ങളിൽ, അതിമനോഹരമായിട്ടുള്ള സംസ്കാരങ്ങളിൽ നമ്മുടെ ഈ ജീവിതത്തെ ബന്ധിപ്പിച്ചിരിക്കുക വളരെ മനോഹരമായിട്ട്. ഇതിൽ പലതും നമുക്ക് സ്വീകരിക്കാം, തള്ളേണ്ടതിനെ തള്ളാം, കൊള്ളേണ്ടതിനെ കൊള്ളാം. എല്ലാവർക്കും നമസ്കാരം.